ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവ എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നോക്കാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നേച്ചർ, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, റിയാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ച് ആകുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നേച്ചർ, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ, അതുപോലെ അതിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ, റിയാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ച് ആകുന്നു ഓർഗാനിക് കെമിസ്ട്രി. ഇനി നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതേ ഡെഫിനേഷൻ തന്നെയാണ് ഓർഗാനിക് സബ്സ്റ്റൻസിനും. ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസുകളെയാണ് ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസുകളെ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്നും, ലിവിംഗ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന ഈ സബ്സ്റ്റൻസിൽ തന്നെ കാണപ്പെടുന്ന കോമ്പൗണ്ട്സിനെ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. ഓക്കെ, ഈ യൂണിവേഴ്സിലെ ഏത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എടുത്താലും അതിലെല്ലാം കോമൺ ആയിട്ട് കാണപ്പെടുന്ന, അതിൻ്റെ എല്ലാം കോറായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്. അതിന്റെ പേരാകുന്നു കാർബൺ. കാർബൺ എന്ന് പറയുന്ന ആറ്റം ഇല്ലാത്ത ഒരു ഓർഗാനിക് കോമ്പൗണ്ട് പോലും ഈ ലോകത്തിൽ ഇല്ല. ഈ യൂണിവേഴ്സിലെ എല്ലാ ഓർഗാനിക് കോമ്പൗണ്ട്സും ഉണ്ടാക്കിയിട്ടുള്ളത് കാർബൺ എലമെന്റ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും കാർബൺ ആറ്റം ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഈ കാർബൺ ആറ്റത്തിന്റെ കൂടെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ബോണ്ടാകുന്നു ഹൈഡ്രജൻ ബോണ്ട്. കാർബൺ ഹൈഡ്രജൻ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ. ഈ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ബോണ്ട് എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ബോണ്ടാകുന്നു. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെയോ അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിന്റെയോ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ഓക്സിജൻ, നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് തുടങ്ങിയ എലമെന്റ്സോ അല്ലെങ്കിൽ ഹാലോജനുകളോ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിംഗ് ഓർഗാനിസത്തിലെ കോമ്പൗണ്ട് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ച് ആകുന്നു ഓർഗാനിക് കെമിസ്ട്രി.